എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഞാനിവിടെ 350 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ചിക്കൻ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് ചേർത്ത് ഒരു 3 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോളയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2 പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് 2 മിനിറ്റോളം ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1-2 ടീസ്പൂണ് ചേർത്ത് കൊടുത്താലും മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റോളം ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ചിക്കൻ നല്ലൊരു മണം വരാനായിട്ട് തുടങ്ങും. നമുക്കിതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവിന് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. കട്ട്ലേറ്റിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ റസ്ക് പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. റസ്ക് നന്നായിട്ട് പൊടിഞ്ഞു പോവാതെ കുറച്ച് തരികളായിട്ട് കിടക്കുന്ന രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഓരോ കട്ട്ലേറ്റും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. രണ്ട് കോഴിമുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലേറ്റും ഇതിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഓരോ കട്ട്ലേറ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് 2 വശവും തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളർ വന്നാൽ മതി. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
ബാക്കിയുള്ള കട്ട്ലേറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്